KK സിൽക്ക് മിൽസ് അവരുടെ IPO അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇഷ്യൂ സൈസ് വരുന്ന 28 കോടിയാണ്. IPO ടൈപ്പ് വരുന്ന SME ആണ്. SME എന്ന് പറഞ്ഞാൽ സ്മോൾ മീഡിയം കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് വരുന്ന 85 കോടിയാണ്. പ്രൈസ് റേഞ്ച് വരുന്നത് 36 തൊട്ട് 38 രൂപ വരെയാണ്. BSE മാത്രമാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. കമ്പനിയുടെ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയർ, അതായത് 2024-2025 റവന്യൂ നോക്കുവാണെങ്കിൽ 220 കോടിയാണ്. അതുപോലെ ലോട്ട് സൈസ് നോക്കുവാണെങ്കിൽ 3000 ഷെയർസ് ആണ് വരുന്നത്. കമ്പനിയുടെ 3 വർഷത്തെ CAGR ഗ്രോത്ത് റേറ്റ് നോക്കുവാണെങ്കിൽ 8.14%. മിനിമം ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരുന്നത് 2,16,000 രൂപയാണ്. പ്രീ അപ്ലൈ ഡേറ്റ് സ്റ്റാർട്ട് ചെയ്തത് November 25 ബിഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് November 26 ബിഡിംഗ് എൻഡ് ചെയ്യുന്നത് November 28 അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ് വരുന്നത് December 1 അതായത് IPO ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ കിട്ടിയ ആപ്ലിക്കന്റിനെ ഒഫീഷ്യലി അനൗൺസ് ചെയ്യുന്ന ഡേറ്റ് ആണ് അലോട്ട്മെന്റ് ഫൈനലൈസേഷൻ ഡേറ്റ്. അതുപോലെ റിലീസ് ഓഫ് ഫണ്ട് ഡേറ്റ് വരുന്നത് December 2 അതായത് IPO ഇഷ്യൂ ചെയ്തിട്ട് ഷെയർ കിട്ടാത്ത ആപ്ലിക്കന്റിന് അവരുടെ ഫണ്ട് റിലീസ് ചെയ്യുന്ന ഡേറ്റ് ആണ്. അതുപോലെ ഡിമാർട്ട് ട്രാൻസ്ഫർ ഡേറ്റ് വരുന്നത് December 2 അതുപോലെ കമ്പനിയുടെ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യുന്നത് December 3 കമ്പനിയെ കുറിച്ച് നോക്കുവാണെങ്കിൽ KK സിൽക്ക് മിൽസ് ലിമിറ്റഡ് ഈസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ് ഓഫ് മാനുഫാക്ചറിംഗ് ഫാബ്രിക്സ് ആൻഡ് ഗാർമെന്റ്സ്. കമ്പനി ഒരു ടെക്സ്റ്റൈൽ ബേസ്ഡ് കമ്പനിയാണ്. 5422 സ്ക്വയർ മീറ്റർ മാനുഫാക്ചറിംഗ് ഫെസിലിറ്റി അവർക്ക് ഗുജറാത്തിലുണ്ട്. അതുപോലെ തന്നെ കമ്പനിയുടെ 83% റവന്യൂ അവർ ജനറേറ്റ് ചെയ്യുന്നത് ക്ലോത്ത് മെറ്റീരിയൽസിന്റെ സെയിലിലൂടെയാണ്. ഒരു ക്ലോത്തിന്റെ സെയിലിലൂടെ ഒരു 10% അവർ റവന്യൂ ഏൺ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പനി എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏത് കൺട്രി, ഹോങ്കോങ്ങിലോട്ടൊക്കെ അവരുടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നെയ്ത്ത് തുണികളൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലൂടെ 0.06% റവന്യൂ കമ്പനി ഏൺ ചെയ്യുന്നുണ്ട് ഈ 2025 കണക്കനുസരിച്ച്. കമ്പനിക്ക് IPO ഇഷ്യൂ ചെയ്ത് ഫണ്ട് റേസ് ചെയ്ത് കിട്ടുന്നതിൽ 62% റീപേയ്മെന്റ് ഓഫ് ബോറോവിങ്സ് ആണ്. അതായത് 17 കോടിയും അവരുടെ കടം വീട്ടാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ബാക്കി 26% ജനറൽ കോർപ്പറേറ്റ് പർപ്പസിനും അതിനുള്ള 11% അവർ പ്ലാന്റ് ആൻഡ് മെഷീനറി പർച്ചേസിനും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനും വേണ്ടിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. കമ്പനിയെ നമ്മൾ സെയിം സെക്ടറിലുള്ള കമ്പനിയുമായിട്ടും അതുപോലെ തന്നെ സെക്ടർ ആവറേജുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അതുപോലെ മാർക്കറ്റ് ക്യാപിറ്റൽ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ മാർക്കറ്റ് ക്യാപിറ്റൽ എത്രയാണ്? 85 കോടിയാണ്. ഈ സെക്ടറിന്റെ ആവറേജ് എത്രയാണ് വരുന്നത്? 1147 കോടിയാണ്. പേജ് ഇൻഡസ്ട്രി ലിമിറ്റഡിന്റെ വരുന്നതോ 3343 കോടിയാണ്. KPR മിൽസിന്റെ വരുന്നത് 37,869 കോടിയാണ്. വെഡൻ ഫാഷൻസ് ലിമിറ്റഡിന്റെ വരുന്നത് 14,582 കോടിയാണ്. നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് തന്നെ നോക്കുമ്പോൾ കാണാൻ സാധിക്കും കമ്പനി ഒരു മീഡിയം സ്മോൾ കമ്പനിയാണ്. നമ്മൾ ഓൾറെഡി അത് കണ്ടതാണ്. അതിന് ഈ 3 കമ്പനി നമ്മൾ കമ്പാരിസൺ എടുത്തേക്കുന്ന 3 കമ്പനിയും എക്സ്ട്രാ ഒരു ലാർജ് കമ്പനീസ് ആണ്. അതുപോലെ കമ്പനിയുടെ റവന്യൂ നോക്കുവാണെങ്കിൽ നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരുന്ന കമ്പനിയുടെ റവന്യൂ 220 കോടിയാണ്. ഈ സെക്ടറിന്റെ ആവറേജ് എത്രയാണ്? 454 കോടിയാണ്. പേജ് ഇൻഡസ്ട്രി ലിമിറ്റഡിനോ 4934 കോടിയാണ്. KPR മിൽസ് ലിമിറ്റഡിന് 6387 കോടിയാണ്. വെഡൻ ഫാഷൻ ലിമിറ്റഡിന് 1386 കോടിയാണ്. നമ്മൾ റവന്യൂ നോക്കുമ്പോൾ ഇതൊരു സ്മോൾ കമ്പനിയാണ്. ഒരു റവന്യൂ നമുക്ക് നല്ല രീതിയിൽ കുറവായിട്ട് കാണാൻ സാധിക്കും. അതുപോലെ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് നോക്കുവാണെങ്കിലും കമ്പനിക്ക് എത്രയാണ്? 4 കോടിയാണ്. ദിസ് സെക്ടറിലെ ആവറേജ് എത്രയാണ്? 6 കോടിയാണ്. പേജ് ഇൻഡസ്ട്രി ലിമിറ്റഡിന് 729 കോടിയാണ്. KPR മിൽസിനാണെങ്കിൽ 815 കോടിയാണ്. വെഡൻ ഫാഷൻ ലിമിറ്റഡിനാണ് 388 കോടിയാണ്. കമ്പാരിറ്റീവ്ലി കമ്പനിക്ക് കുറവാണ്. അതുപോലെ നമ്മൾ മാർക്കറ്റ് ക്യാപ്പ് ഓൾറെഡി നോക്കിയാണ്. PE റേഷ്യോ നോക്കുവാണെങ്കിൽ കമ്പനിയുടെ PE റേഷ്യോ എത്രയാണ്? 12 വരുന്നത്. ഈ സെക്ടറിന്റെ ആവറേജ് എത്രയാ? 44 വരുന്നത്. പേജ് ഇൻഡസ്ട്രി ലിമിറ്റഡിന്റെ ആണ് 56 വരുന്നത്. KPR മില്ലിന്റെ വരുന്നത് 45. അതുപോലെ വെഡൻ ഫാഷൻ ലിമിറ്റഡിന്റെ ആണ് 37. സെക്ടർ ബേസും അതുപോലെ കമ്പനി ബേസും നോക്കുവാണെങ്കിൽ കമ്പനിക്ക് PE റേഷ്യോ കുറവാണ്. അപ്പോൾ PE റേഷ്യോ കുറവായതുകൊണ്ട് നമുക്ക് കുറഞ്ഞ പൈസയ്ക്ക് ഇവർ ഷെയർ മേടിക്കാൻ സാധിക്കും. അതുപോലെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ നോക്കുവാണെങ്കിലോ കമ്പനി ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ വരുന്നത് 1.49 ആണ്. ഈ സെക്ടറിന്റെ ആവറേജ് എത്രയാണ്? 0.81 ആണ്. പേജ് ഇൻഡസ്ട്രി ലിമിറ്റഡിന്റെയോ 0.19 ആണ് വരുന്നത്. KPR മിൽ ലിമിറ്റഡിന്റെ ആണ് 0.09 ആണ് വരുന്നത്. വെഡൻ ഫാഷൻ ലിമിറ്റഡിന്റെ ആണ് 0.27 ആണ്. നമ്മൾ സെക്ടർ ബേസും കമ്പനി ബേസും നോക്കുകയാണെങ്കിൽ കമ്പനിക്ക് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ, അതായത് കടം കൂടുതലാണ്. കമ്പനി ഓൾറെഡി ഒരു സ്മോൾ കമ്പനിയാണ്. ബാക്കിയുള്ള 3 കമ്പനി വലിയ കമ്പനി. ആ വലിയ കമ്പനിക്ക് പോലും അത്രയും കടമില്ല. പക്ഷേ ഈ സ്മോൾ കമ്പനിക്ക് നല്ല രീതിയിൽ കടമുണ്ട്. അത് കമ്പനിയുടെ ഒരു നല്ല രീതിയിൽ ഒരു ഡിമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും.
കമ്പനിയുടെ സ്ട്രെങ്ത് അഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ കമ്പനിക്ക് ഒരു ഡൈവേഴ്സിഫൈഡ് പ്രോഡക്റ്റ് പോർട്ട്ഫോളിയോ ആണുള്ളത്. അതായത് മെന്നിനും വുമൻസിനും അത് ചിൽഡ്രൻസിനും ഒക്കെയുള്ള ക്ലോത്ത് അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പനി ക്ലൈം ടു പ്ലേസ് സ്ട്രോങ് എംഫസൈസ് ഓൺ പ്രൊഡക്റ്റ് ക്വാളിറ്റി. കമ്പനി നല്ല രീതിയിൽ അവരുടെ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അവർ നല്ല രീതിയിൽ പ്രൊഡക്റ്റ് ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷമായിരിക്കും കസ്റ്റമർ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ കമ്പനി നല്ല രീതിയിൽ റീറ്റെയിലേഴ്സും ഹോൾസെയിലേഴ്സുമായിട്ട് നല്ല രീതിയിൽ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് റിപ്പീറ്റ് ആയിട്ട് അവരിൽ നിന്ന് പിന്നെ ഓർഡേഴ്സ് ലഭിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ റവന്യൂ ഗ്രോത്ത് നോക്കുവാണെങ്കിൽ ഇയർ ടു ഇയർ നമുക്കൊരു ഗ്രോത്ത് കാണാൻ സാധിക്കും. 2023 188 കോടിയായിരുന്നു. അത് 2024 190 കോടിയായി. ഇപ്പൊ 2025 220 കോടിയായിട്ട് കൂടിയിട്ടുണ്ട്. ഇതാണ് കമ്പനിയുടെ അഡ്വാൻറ്റേജ്, സ്ട്രെങ്ത് ഒക്കെ പറയുകയാണെങ്കിൽ. നമ്മൾ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള റിസ്ക് നോക്കുവാണെങ്കിൽ, ഡിസഡ്വാൻറ്റേജ് നോക്കുവാണെങ്കിൽ കെ മിൽസ് അവരുടെ കൂടുതലും റവന്യൂ ജനറേറ്റ് ചെയ്യുന്ന ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര മാനുഫാക്ചറിങ് പ്രോഡക്ട്സിൽ നിന്നാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും പൊളിറ്റിക്കൽ, സോഷ്യൽ ഓർ എക്കണോമിക്കൽ പ്രോബ്ലംസ് വന്നു കഴിഞ്ഞാൽ, നാച്ചുറൽ കലാമിറ്റീസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയെ നല്ല രീതിയിൽ ഗ്രോത്തിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ സെയിൽസ് നോക്കുവാണെങ്കിൽ അവരുടെ ടോപ്പ് 10 കസ്റ്റമേഴ്സിൽ നിന്നാണ് നമ്മൾ ഈ 3 വർഷം 2024, 2025, 2023 നോക്കുമ്പോഴേ കോൺട്രിബ്യൂഷൻ നല്ല രീതിയിൽ വന്നിട്ടുള്ളത്. 2025 നോക്കുവാണെങ്കിൽ 81%, അതുപോലെ തന്നെ 2024 നോക്കുവാണെങ്കിൽ കൂടുതലും ഒരു പകുതി കൂടുതൽ ശതമാനം ആ 10 കസ്റ്റമേഴ്സിൽ നിന്നാണ് അവർക്ക് സെയിൽ ലഭിക്കുന്നത്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കസ്റ്റമേഴ്സ് ഇവർക്ക് ലോസ് ആയി കഴിഞ്ഞാൽ അത് കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും ഗ്രോത്തിൽ. അതുപോലെ തന്നെ കമ്പനിയുടെ പർച്ചേസ് നോക്കുവാണെങ്കിലും ഈ ടോപ്പ് 10 സപ്ലയേഴ്സ് ആണ് അവർക്ക് കൂടുതലും കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഈ 3 വർഷത്തിൽ നോക്കുവാണെങ്കിൽ ഒരു 64, 60, 69, 62% ഒക്കെ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഇവരിൽ ഒരാൾ ലൂസ് ആയി കഴിഞ്ഞാലും കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ KK Silk Limited കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഈസ് സിഗ്നിഫിക്കൻ്റ്ലി ഡിപ്പെൻഡ് അപ്പോൺ റോ മെറ്റീരിയൽ സച്ച് ആസ് യാൺ, ഫാബ്രിക് ആൻഡ് അക്സസറീസ്. അപ്പം കൂടുതലും കോസ്റ്റ് വരുന്നത് അവർ റോ മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ റോ മെറ്റീരിയൽസിൽ എന്തെങ്കിലും വില കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കമ്പനിക്ക് പർച്ചേസ് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അവരുടെ മെയിൻ റോ മെറ്റീരിയൽസ് അതാണ്. അപ്പം അതെന്തെങ്കിലും പ്രൈസ് കൂടി കഴിഞ്ഞാൽ കമ്പനിയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യും. അതുപോലെ തന്നെ കമ്പനിക്ക് ഒരു 2-3 വർഷമായിട്ട് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസും ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസും നെഗറ്റീവാണ്. അതും കമ്പനിയെ ബാഡായിട്ട് എഫക്ട് ചെയ്യുന്നതാണ്. KK Silk Mills is exposed to risk arising from fluctuating in foreign exchange rate. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കമ്പനിക്ക് എക്സ്പോർട്ടിങ്ങിലൂടെയും കുറച്ച് റവന്യൂ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പം ഫോറിൻ എക്സ്ചേഞ്ച് റേറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ അത് കമ്പനിയെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കമ്പനി ഇറ്റ്സ് പ്രൊമോട്ടേഴ്സ്, ഡയറക്ടേഴ്സ് ആൻഡ് ഗ്രൂപ്പ് കമ്പനീസ് ആർ ഇൻവോൾവ് ഇൻ സർട്ടൻ ഓൺഗോയിങ് ലീഗൽ പ്രൊസീഡിങ്സ്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനും അതുപോലെ തന്നെ ഡയറക്ടേഴ്സിനും ലീഗൽ കുറച്ച് കേസുകളൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കമ്പനി ഹാഡ് ഔട്ട്സ്റ്റാൻഡിംഗ് ഫിനാൻഷ്യൽ ഇൻഡപ്റ്റൻസ് ഓഫ് 66 കോടി. കമ്പനിക്ക് ഒരു 66 കോടി കടമുണ്ട്. അത് അടച്ചു തീർക്കുന്നതിൽ അവർ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാണെങ്കിൽ, എന്തെങ്കിലും ഡീഫാൾട്ട് സംഭവിക്കുകയാണെങ്കിൽ അത് കമ്പനിയുടെ ഗ്രോത്തിനെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നതാണ്. കമ്പനിയെ കുറിച്ച് ഒന്ന് സമ്മറൈസ് ചെയ്ത് പറയുവാണെങ്കിൽ കമ്പനിക്ക് ഇയർ ടു ഇയർ ഗ്രോത്തും പ്രോഫിറ്റും റവന്യൂവും അസറ്റൊക്കെ കൂടുന്നുണ്ടെന്ന് പറഞ്ഞാലും പക്ഷെ കമ്പനിക്ക് കടം നല്ല രീതിയിലുണ്ട്. കാരണം നമ്മൾ ഓൾറെഡി ആദ്യം കണ്ട ഇതൊരു സ്മോൾ സ്കെയിൽ കമ്പനിയാണ്. സെക്ടർ ബേസും ലാർജ് സ്കെയിൽ കമ്പനി വെച്ച് നോക്കുമ്പോഴത്തേക്കും കമ്പനിക്ക് നല്ല രീതിയിൽ കടമുണ്ട്. ഇപ്പൊ റേസ് ചെയ്യുന്ന ഫണ്ടിൽ ഒരു 17 കോടി അവരുടെ കടം വീട്ടാൻ യൂസ് ചെയ്യുന്നെങ്കിലും ഇപ്പൊ അവർക്ക് നിൽക്കുന്ന ഔട്ട്സ്റ്റാൻഡിംഗ് കടം എത്രയാണ്? 66 കോടിയാണ്. അതൊരു കമ്പനിയുടെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ എന്താണ് കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിന്റെ ഡയറക്ടേഴ്സിന്റെ പേര് കുറച്ച് കേസസ് ഒക്കെ നടക്കുന്നുണ്ട്. അതൊരു കമ്പനിയുടെ ഡീമെറിറ്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ ഞാനിതൊരു സ്റ്റോക്ക് റെക്കമെൻഡേഷൻ അല്ല, ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്.